JEE Main 2026 Phase 1 23rd January Shift 2 Chemistry questions analyze ചെയ്യുന്നു. Question number 23. 200 cc of X into 10 to the minus 3 molar potassium dichromate is required to oxidize 750 mm അല്ലെങ്കിൽ 750 cc of 0.6 molar more salt solution in acidic medium. ശ്രദ്ധിക്കുക, ഇത് നമ്മുടെ ഡൈക്രോമെട്രി, അതായത് അനലിറ്റിക്കൽ കെമിസ്ട്രിയിലെ ടൈട്രേഷൻ ടോപ്പിക്കിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ആണ് നമ്മളോട് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ദ വാല്യൂ ഓഫ് എക്സ് ഈസ്, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, എക്സ് വാല്യൂ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ M1 V1 N1 ഈസ് ഈക്വൽ ടു M2 V2 N2 എന്നുള്ളത്. M1 എന്ന് പറഞ്ഞാൽ എന്താ? 1 എന്നുള്ളത് നമുക്ക് തൽക്കാലം പൊട്ടാസ്യം ഡൈക്രോമേറ്റ് K2Cr2O7 ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ M1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൊട്ടാസ്യം ഡൈക്രോമേറ്റിൻ്റെ മൊളാരിറ്റി, V1 എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റിൻ്റെ വോളിയം, N1 എന്ന് പറഞ്ഞാൽ നമ്മുടെ N ഫാക്ടർ ഓഫ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. N1 വാല്യൂ 6 ആയിരിക്കും. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് അസിഡിക് മീഡിയത്തിൽ എന്തായിട്ടാണ് മാറുക? Cr3+ ആയിട്ടാണ് മാറുക. അപ്പോൾ N ഫാക്ടർ 6 വരും. +6 നിന്ന് +3 ചേഞ്ച് ഈസ് 3, 2 ബ്രോമിയം ഉള്ളതുകൊണ്ട് 6 എന്ന് വരും. 2 എന്ന് പറയുന്നത് നമ്മുടെ മോർ സോൾട്ടാണ്. മോർ സോൾട്ടിൻ്റെ N ഫാക്ടർ എന്ന് പറയുന്നത് 1 തന്നെയാണ്. ഇപ്പോൾ എല്ലാ കാര്യം നിങ്ങൾക്കറിയാം, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പൊട്ടാസ്യം ഡൈക്രോമേറ്റിൻ്റെ മൊളാരിറ്റി X into 10 to the minus 3, വോളിയം 200 cm3 ആണ്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വാല്യൂസ് എല്ലാം ഒരേ യൂണിറ്റിലായാൽ മതി. N ഫാക്ടർ വാല്യൂ ഓഫ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് 6 ആണ്. റൈറ്റ് സൈഡിൽ M2 0.6 ആണ്. വോളിയം 750 cc. N ഫാക്ടർ 1. നോക്കിക്കേ, 0.6ഉം 10ഉം മൾട്ടിപ്പിൾ ചെയ്താൽ ഞാൻ എന്താകും? 0.6ഉം 10ഉം മൾട്ടിപ്പിൾ ചെയ്താൽ 6 വരും. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും 6 നമുക്ക് കട്ട് ചെയ്യാം. 10 to the minus 3 ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്ത് ദിസ് വിൽ ബി 0.2 equal to 75. എക്സിൻ്റെ വാല്യൂ എന്ത് വരും? 75/0.2 എന്ന് വരും, അല്ലെങ്കിൽ 750/2. ഈ വാല്യൂ 375 എന്നായിരിക്കും വരിക. നമ്മളിവിടെ ഫില്ല് ചെയ്യേണ്ട ഇൻറ്റീജർ വാല്യൂ 375.